വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരെയും മലയോര കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾ മനസ്സിലാക്കാനും PV അൻവർ MLA നടത്തുന്ന ജനകീയ യാത്ര വയനാട്ടിൽ തുടങ്ങാൻ ഇരിക്കുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. അങ്ങയുടെ മാത്രമായിട്ടുള്ള ഒരു യാത്ര എന്നാണ് ഇതിനെ UDFകാരും മറ്റുള്ളവരൊക്കെ വിശേഷിപ്പിക്കുന്നത്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലായിടത്തും UDFൻ്റെ നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ പോസ്റ്ററുകളും പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അവരാരും പങ്കെടുക്കില്ല എന്നാണ് അറിയുന്നത്. അത് തിരിച്ചടിയാകുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അത് അറിയുമ്പോൾ തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങുന്നപ്പോൾ വൈകുന്നേരം 7 മണിക്കല്ല, 6 മണിക്കാണ്. അപ്പോൾ അതിന് ശേഷമല്ലേ അതിനെപ്പറ്റി നമുക്ക് പറയാൻ പറ്റും. നമ്മളിതൊരു ജനകീയ യാത്രയാണ്. ഈ വിഷയം ജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. ആ നിലക്ക് നമ്മൾ ഈ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെതിരെ, ഈ ബില്ലിനെതിരെ പ്രതികരിക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ ക്ഷണിച്ചിരുന്നു, കത്ത് കൊടുത്തിരുന്നു, ഫോൺ വഴി വിളിച്ചിരുന്നു. അതിൽ പലരും പങ്കെടുക്കാൻ പറഞ്ഞു. നമ്മൾ പറയുന്ന കാര്യം ശരിയാണെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും അങ്ങനെ നിയമം വരാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഈ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നത്. ആ നിലക്കുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള പിന്തുണയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതിൽ വരാൻ പറ്റുന്നവർക്ക് വരാം, വരാതിരിക്കുന്നത് അത് അവരുടെ ഇഷ്ടമാണ്. നിരാശ ഉണ്ടോ അവർ വരുന്നില്ല എന്ന് പറയുമ്പോൾ? അങ്ങനെ ഒരു വാക്ക് തന്നെ എൻ്റെ ഡിക്ഷണറിയില്ല. നന്ദികേട് അതുപോലെ തന്നെ നിരാശ, ഈ 2 വാക്കും എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്ത എന്നെ സംബന്ധിച്ചില്ല. അല്ല, ഇതിൽ ഈ UDFലെ നേതാക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങ് ഉയർത്തിപ്പിടിക്കുന്ന വിഷയത്തോട് അവർക്ക് ആഭിമുഖ്യമുണ്ട്. പലരും അത് ജനകീയ വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കെടുക്കാമെന്ന് ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ നേതൃത്വം അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ല, അത് അവരുടെ ഇൻ്റർണൽ വിഷയമാണ്. നേതൃത്വം ഒക്കെ കാണേണ്ടത് ഇത് അത്രയും ജനകീയമായിട്ടുള്ളൊരു വിഷയമാണ്. മലയോര കർഷകർ എന്ന് പറയുന്നത് 430 പഞ്ചായത്തിനെ ബാധിക്കുന്ന വനമാണ് ഇവിടെ ഉള്ളത്. അത് ഏകദേശം 63 മണ്ഡലത്തിലായിട്ട് പരന്ന് കിടക്കുക ഈ 430 പഞ്ചായത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയത്തിൽ പൊതുവായിട്ടുള്ളൊരു വിഷയം ഉയർന്നു വരുമ്പോൾ അതിൽ സഹകരിക്കണ്ടേ എന്നുള്ളത് ആലോചിക്കേണ്ടത് ആ ലീഡർഷിപ്പാണ്. അതിലൊന്നും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ആ നിലക്കല്ലല്ലോ. നമ്മൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന നിലക്ക് ആരും ഏറ്റെടുക്കാത്തത് കൊണ്ട് ഞാൻ നിർബന്ധിതനായതാണ്. ആ നിലക്കാണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ഇതിനെ തടഞ്ഞതെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് നമുക്കറിയില്ല. ഒരുപാട് വിഭാഗങ്ങളില്ലേ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വലിയ ചർച്ച ചെയ്ത് UDFയിലേക്കുള്ള ഒരു വഴിവെട്ടാനുള്ള യാത്ര എന്ന തരത്തിലാണ് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രചരണം നടത്തി. ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഭാഗത്ത് അത്തരത്തിലുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. എങ്ങനെ കാണുന്നു ആ ഒരു നിരീക്ഷണത്തെ? അല്ല, അത് വഴിവെട്ടുന്നത് കാര്യം വഴിവെട്ടാം, കുന്നും മലയാണെങ്കിൽ അങ്ങനെ ആവാം, എഴുതുന്നവർക്ക് എഴുതാം. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ അവരാലോചിച്ചിട്ടല്ലേ. എനിക്കതിൽ കൃത്യമായ ഈ ഗവൺമെൻറ് ഇനി ഒരു കാരണവശാലും അധികാരത്തിൽ വരാൻ പാടില്ല. അത്ര ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാണ് ഒരു ഭാഗത്ത് പോകുന്നത്. മറ്റൊരു ഭാഗം ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിലെത്തിച്ച ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും അടച്ചാക്ഷേപിച്ച് പ്രിയങ്കാ ഗാന്ധിക്കടക്കം വോട്ട് ചെയ്ത മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണ് എന്ന് വരുത്തി ഭൂരിപക്ഷ വർഗീയതയെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയ വർഗീയ കാർഡാണ് CPM ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും എതിർക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ രണ്ടിൻ്റെയും എതിർപ്പ് എന്താണ്? ഈ പിണറായി ഭരണം ഇവിടെ ഇനി തിരിച്ചു വരാൻ പാടില്ല, അതിന് ജനങ്ങളിവിടെ സജ്ജരാക്കണം. സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് കാര്യങ്ങളെ വിഷയത്തിൻ്റെ മുകളിലാണ് ഈ ഗവൺമെൻറ്റുമായിട്ട് ഞാൻ എതിരിടുന്നത്. അതിപ്പോഴും ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റിനെ, ഒരു ഏകാധിപത്യ ഗവൺമെൻറ്റിനെ, ഒരു കുടുംബാധിപത്യ മുഖ്യമന്ത്രിയെയും തിരിച്ച് അധികാരത്തിൽ വരുത്തരുത് എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ ആവശ്യം. അതിന് എന്നാൽ കഴിയുന്നത് എന്തും ഞാൻ ചെയ്യും. ഇതേ ആഗ്രഹവും ഇതേ ലക്ഷ്യവുമാണ് UDFനുള്ളതും. സ്വാഭാവികമായിട്ടും അവരോടുകൂടെ സഹകരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരുമിച്ച് പോകുന്നതിൻ്റെ രീതി. അല്ല, സഹകരിക്കാവുന്ന മേഖലയാണല്ലോ ഇപ്പോൾ ഈ സമരം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലാണല്ലോ നമുക്ക് ഒരുമിച്ച് നീങ്ങാൻ സാധിക്കുക. അത് സഹകരിക്കണോ വേണ്ടേ എന്നുള്ളത് അവരാണ് തീരുമാനം. പക്ഷേ UDFിലെ പ്രവർത്തകരെ സംബന്ധിച്ച്, മലയോര കർഷകരെ സംബന്ധിച്ച് ഞാൻ ഈ ഏറ്റെടുത്തിരിക്കുന്ന വിഷയം അതീവ ഗൗരവമാണ് എന്ന് അറിയുന്നവരാണ്. അവരൊക്കെ മനുഷ്യരാണല്ലോ. അപ്പോൾ ആ രീതിയിൽ തന്നെ അവർ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്, നമ്മൾ ആളുകളോട് പ്രതികരിക്കുന്നുണ്ട്. പ്രത്യക്ഷമായിട്ട് ഈ ജാഥയുടെ മുന്നിൽ നിൽക്കാൻ അവർക്ക് പ്രയാസമുണ്ടാകുമായിരിക്കാം. പക്ഷേ അതിനപ്പുറം അവരുടെ ഒരു മാനസിക പിന്തുണയുണ്ട്. ആ മാനസിക പിന്തുണയാണ് ഇതൊക്കെ വോട്ടായി മാറുക. അവരുടെ വിഷയങ്ങളിൽ, കർഷകരുടെ വിഷയങ്ങളിൽ ഇടപെടുക എന്നതാണ് ഞാൻ നടത്തുന്ന ഈ മുന്നേറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. UDFൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം അത് ഏറെ വിദൂരമല്ലാതെ ഉണ്ടാകുമോ? അല്ല, അതൊന്നും പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് ഇനിയും 1.5 വർഷക്കാലല്ലേ. അപ്പോൾ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആലോചിക്കാം.
അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു കേട്ടതാണ് LDFൻ്റെ MLA-മാർ അങ്ങയുടെ കൂടെയുണ്ട്, 3 MLA-മാർ അങ്ങയുടെ കൂടെയുണ്ട് എന്നുള്ളത് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നതാണ്. അത്തരത്തിലുള്ളൊരു ആത്മവിശ്വാസമാണോ ഈ മുന്നോട്ട് പോകുന്നതിനുള്ള കരുത്തായിരുന്നു? അല്ല, ഞാൻ പൊതുവിലൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ആത്മവിശ്വാസമാണല്ലോ ഇപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പുറത്തു വരാൻ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ വരാൻ കഴിയില്ലല്ലോ. ആ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ അകത്ത് നിന്ന് ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. അത് MLA-മാർ മാത്രമല്ല, മുൻ MLA-മാരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം അത്തരത്തിൽ ഒരു കുടുംബാധിപത്യ ഏകാധിപത്യ ലീഡർഷിപ്പായി പാർട്ടി മാറി എന്ന് ജീവിത അനുഭവങ്ങൾ കൊണ്ട് അറിയുന്ന, ഇന്നും ജീവിതത്തിൽ ശ്വാസം മുട്ടി ജീവിക്കുന്ന ഒരുപാട് ഇടതുപക്ഷവാദികൾ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ കയറി നിൽക്കാവുന്ന ഒരു കൂട്ടായ്മയ്ക്കുള്ളൊരു പരിശ്രമം അത് സ്വാഭാവികമായിട്ട് ഞാൻ നടത്തും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ രൂപീകരിച്ചുള്ള DMK എന്ന സംഘടനയുമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പിന്തുണ ലഭിക്കുന്നുണ്ട് മലപ്പുറത്തിന് പുറമേ നിന്ന്? അല്ല, അത് ഭാഗികമായിട്ട് പിന്തുണയിലുണ്ടാവുള്ളൂ. മാനസികമായ പിന്തുണ ഇഷ്ടംപോലുണ്ട്. പ്രത്യക്ഷമായ പിന്തുണക്ക് ആളുകളെ സംബന്ധിച്ച് പരിമിതികളുണ്ട്. അവരൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലാണ്. ഗവൺമെൻറ്റിൽ നിന്ന് എന്താ പറയുക, സർക്കാരിൽ നിന്ന് ലോൺ എടുത്തവരുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്, അവരുടെ ലൈഫ് പദ്ധതിയുമായി അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അങ്ങനെ പലതും മനുഷ്യരെ 4 വഴിക്കും ചങ്ങലക്കെട്ട് പൂട്ടി വെച്ചൊരു ബന്ധിസ്ഥമായ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് നിൽക്കുന്നത്. അതിൻ്റെ പ്രയാസത്തിൽ നിൽക്കുന്നവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന എന്താ പറയുക കാര്യങ്ങളിൽ പ്രത്യക്ഷമായി ഇടപെടുന്നതിന് അവർക്ക് പ്രയാസം ഉണ്ടാവും. അതാണല്ലോ ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് വളരെ പ്രത്യക്ഷമായി വോട്ടായിട്ട് മാറിയിട്ടുണ്ടല്ലോ. ജനങ്ങൾക്ക് ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രതികരിക്കാനേ കഴിയുള്ളൂ, അതിനേ ശേഷിയുള്ളൂ. ആ ആളുകൾ തെരഞ്ഞെടുപ്പുകളിൽ ആ രീതിയിൽ തന്നെ പ്രതികരിക്കും. ഈ UDFൻ്റെ ഭാഗത്തു നിന്നുള്ള നേതാക്കൾ ഈ യാത്രയ്ക്ക് വരാത്തത് തിരിച്ചടിയായി എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. തിരിച്ചടിയായി എന്ന് കരുതണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ എന്താ പറയുക പ്രതീക്ഷിക്കണ്ടേ. നമ്മളെല്ലാവരെയും ക്ഷണിച്ചു, അതിൽ വരാമെന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ പ്രവർത്തകർ പോസ്റ്ററാക്കി ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം അവർ വരാതിരിക്കെ എപ്പോഴാണ് വരുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാനായിട്ടില്ല. നമ്മളിപ്പോൾ യോഗം ജാഥ ആരംഭിച്ചിട്ടില്ലല്ലോ. വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വരാതിരിക്കാം. അതൊക്കെ അവരുടെ മനസ്സൊക്കെ നമ്മളെ കൂടെ, അത് മതി നമുക്ക്. ഈ സംസാരിച്ച UDF ലീഡർഷിപ്പിൻ്റെ ഒക്കെ മനസ്സ് നമ്മളെ കൂടെയാണ്. പ്രവർത്തകരുടെയും മനസ്സ് ഈ വിഷയത്തിൽ ഞാൻ എടുക്കുന്ന നിലപാട് ശരിയാണെന്നെടുത്താണ്. അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അങ്ങയുടെയും UDFൻ്റെയും മനസ്സ് ഒരുപോലെയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് അത് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തില്ലേ? അല്ല, അത് എത്തുമ്പോൾ അപ്പാലേക്കാണ്. നമ്മൾ പറഞ്ഞില്ല, ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക, ഇത് തിരിച്ചു വരാൻ കഴിയാത്ത വിധം ഈ കുടുംബാധിപത്യ ഏകാധിപത്യ എന്താ പറയുക ഭരണത്തെ താഴെ ഇറക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതിന് ആരുമായിട്ടും ഞാൻ സഹകരിക്കും. LDFൻ്റെ പ്രവർത്തകരും അങ്ങയുടെ കൂടെ ഉണ്ടാവുന്ന തന്നെയാണ് ഈ ഒരു മലയോര ജനകീയ യാത്രയുടെ ഒരു പ്രതീക്ഷയുള്ളത്. LDFൻ്റെ പ്രവർത്തകരും ജനങ്ങളാണല്ലോ, അവരും കർഷകരാണല്ലോ, അവർക്കും ഈ പ്രയാസം അവർക്കും നന്നായിട്ട് അറിയാമല്ലോ. അവരൊക്കെ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക ആ മതിലിൻ്റെ അകത്ത് കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ആ മതിൽ ചില സ്ഥലത്തൊക്കെ പൊളിയും. അപ്പോൾ ഇവരൊക്കെ പുറത്തേക്ക് എത്തും. ഇപ്പോൾ പെരിയ കേസിലെ വിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പരമാവധി ശിക്ഷയൊന്നും വിധിച്ചിട്ടില്ല. ഇരട്ട ജീവപര്യന്തമൊക്കെയാണ് വിധിച്ചിട്ടുള്ളത്. പാർട്ടിക്കെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന ഒരു കൊലപാതക കേസ് കൂടിയായിരുന്നത്. എങ്ങനെ കാണുന്ന വിധി? അല്ല, വിധി സ്വാഗതാർഹമാണതിൽ തർക്കമൊന്നുമില്ലല്ലോ. പിന്നെ അതിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാനിപ്പം സംസാരിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. എന്തായിരുന്നാലും ആക്രമിക്കപ്പെട്ട ആ കുടുംബത്തിന് ആശ്വാസകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. PV അൻവർ MLA യാത്ര ഇന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ പ്രതീക്ഷിച്ച നേതാക്കൾ വരുന്നില്ല എന്നറിയിച്ചത് തിരിച്ചടിയല്ല, യാത്ര തുടങ്ങട്ടെ, ഒരുപക്ഷെ അവരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.